വലത് കൈയിൽ മഴുവുമായി നടക്കുന്ന ഭാർഗവൻ. മെഴുകോ? നീ കൂടുതൽ മെഴുകാതെ എനിക്ക് പോടാ. എടാ മഴു. ഓ മനസ്സിലായി, പരശുരാമൻ. അത് തന്നെ. അങ്ങനെ പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായതാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. എന്തിനാ ആശാന ഈ പരശുരാമൻ മഴ എറിഞ്ഞത്? പുള്ളിക്ക് പണിക്ക് പോകാൻ മടിയായതുകൊണ്ടായിരിക്കും. അതായിരിക്കും കേരളത്തിലെ ഒറ്റ ഒരുത്തരം ദേഹമണങ്ങി പണി ചെയ്യാത്തത്. അപ്പൊ ഈ എറിഞ്ഞ മഴുവിന്റെ ആ പൂരി വീണതാണോ ഈ ലക്ഷദ്വീപ്? വിട്ടിത്തപ്പോലും എടാ ഭഗവാന്റെ 6ാമത്തെ അവതാറാണ് പരശുരാമൻ. ഞാൻ വിശ്വസിക്കത്തില്ല. അവതാറിന്റെ 2ാം ഭാഗം പോലും ഇറങ്ങിയിട്ടില്ല, പിന്നെ അങ്ങനെ 6ാം ഭാഗം ഇറങ്ങുന്നത്? അയ്യോ, അവതാർ സിനിമയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ക്ഷത്രിയരെ കൊല്ലുവാൻ ഭഗവാൻ പരശുരാമനായി അവതരിച്ചെന്ന്. ക്ഷത്രിയ പാപം തീർക്കാൻ ഭാർഗവൻ മഴുവെടുത്തും എറിഞ്ഞു. തൽക്ഷണം പൊങ്ങി വന്നു പാവകാരൂപത്തിൽ കേരളവും. ക്ഷത്രിയ പാപം തീർക്കാൻ ഭാർഗവൻ മഴുവെടുത്തും എറിഞ്ഞു. തൽക്ഷണം പൊങ്ങി വന്നു പാവകാരൂപത്തിൽ കേരളവും. മക്കളെ നിങ്ങൾ ചൊല്ലൂ, ഈ കേരളം എങ്ങനെയുണ്ടായത്? ഇന്നു പകൽ മുഴുവൻ കരുണയടനെ സൂക്ഷിച്ചവനെ. വന്ദനമേറ്റുവര നിനക്കെന്നും വന്ദനമേറ്റുവര. വന്ദനമേറ്റുവര നിനക്കെന്നും വന്ദനമേറ്റുവര. വന്ദനമേറ്റുവര നിനക്കെന്നും വന്ദനമേറ്റുവര. വന്ദനമേറ്റുവര നിനക്കെന്നും വന്ദനമേറ്റുവര. ക്ഷേത്രത്തിൽ വന്നിട്ടാണോ പള്ളിപ്പാട്ട് പാടുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് പള്ളിവട്ടം നടത്തിയതോ? കുറച്ചു മുമ്പ് ഞങ്ങൾ കണ്ടതാ. ആരാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ബാക്കി കാര്യം. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്.